എല്ലാവർക്കും സ്റ്റൂട്രെൻഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിന്റെ തേർഡ് ചാപ്റ്റർ ആയ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ്. ടോപ്പിക്സ് നമ്മുടെ ബോർഡിനകത്ത് എഴുതിയിട്ടുണ്ട്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു ആംഗിൾസ് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ +1 മാത്സിൽ തന്നെ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് പോർഷൻ ആണെന്നാണ് പലരും പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത്. നമ്മുടെ കമ്പനിയിൽ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് 20 ചോദ്യങ്ങൾ മാത്രമേ ഈ കോംപ്ലിക്കേറ്റഡ് ടോപ്പിക് എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ 20 ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോ ചോദ്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഫോർമുലാസ് നമ്മൾ പഠിക്കുന്നു. ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ്, ദെൻ പുതിയ ഫോർമുലാസ്, പ്രോബ്ലംസ്. ഇതാണ് നമ്മളിപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന മാനർ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ടോപ്പിക്കിൽ ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് ഫോർമുലാസ് ഉണ്ട്. നമ്മൾ അതിലോട്ട് കടക്കാം, നേരിട്ട് അതിലോട്ട് തന്നെ കടക്കാം. സോ അതെന്താന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ബേസിക്കലി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമായിരിക്കും. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ്, ഫോർത്ത് വൃത്തിയായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലേ. ക്വാഡ്രന്റിന്റെ ഡിവിഷൻ എല്ലാം ഞാൻ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ പ്രോപ്പർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇത് എത്രയാണ് ആംഗിൾ? 90 ഡിഗ്രി, അതായത് π/2. ഇത് 180, അതായത് π. ഇത് 3π/2. 3π/2 എന്ന് പറഞ്ഞാൽ 270. ഇത് 2π, അതായത് 360. സോ ഈ ആംഗിൾസും ക്വാഡ്രന്റും നിങ്ങൾക്ക് പക്കയായിട്ട് മനസ്സിലായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ കോഡ് പറഞ്ഞു തന്നായിരുന്നു. ഓൾ സിൽവർ ടീ കപ്പ്, ഈ ഒരു കോഡും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ്? 4 ക്വാഡ്രന്റിന് ആംഗുലർ ഡിവിഷൻ, ഏതൊക്കെ ആംഗിൾ ആണ് എവിടെ ഉള്ളതെന്ന് വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. സെയിം വേ നമ്മുടെ കോഡും ഓൾ സിൽവർ ടീ കപ്പ്, ഈ കോഡ് പറഞ്ഞാൽ നമ്മൾ നോക്കാൻ പോകുന്ന ഫോർമുലാസ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് π/2 - x, ഈ ഒരു ഫോർമാറ്റിലുള്ള ഫോർമുലാസ് ആണ്. π/2 - x. π/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ഡിഗ്രിയാണ്. സോ അതർവൈസ് 90 - x, ഈ ഒരു ഫോർമാറ്റിലുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ഫോർമുലാസ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. സോ ആദ്യം നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ 90 ഡിഗ്രി വരുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോസിന്റെ നമ്മൾ 90 ഡിഗ്രിയിൽ ഇടുമ്പോൾ കോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിട്ട് മാറും എന്ന് പറഞ്ഞാൽ സൈൻ ആയിട്ട് മാറും. സൈൻ അതേപോലെ കോസ് ആയിട്ട് മാറും. കൊസീക്ക് സീക്ക് ആയിട്ട് മാറും. സീക്ക് കൊസീക്ക് ആയിട്ട് മാറും. കോട്ട് ടാൻ ആയിട്ട് മാറും. ടാൻ കോട്ട് ആയിട്ട് മാറും. ക്ലിയർ? 90 ഡിഗ്രിയിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ ഇടുമ്പോൾ ആ ഫംഗ്ഷനിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കോസ് സൈൻ ആവും, സൈന് കോസ് ആവും, കൊസീക്ക് സീക്ക് ആവും, സീക്ക് കൊസീക്ക് ആവും, ടാൻ കോട്ട് ആവും, കോട്ട് ടാൻ ആവും. ഇത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണം. ഏത് ഡിഗ്രിയിൽ ഇടുമ്പോഴാണ്? 90 ഡിഗ്രി വരുന്ന സമയത്ത് നമ്മുടെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് 90 - x-ലും 90 + x-ലും ഈ ട്രാൻസ്ഫോർമേഷൻസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾക്ക് പുതിയതായിട്ട് ഈ പറയുന്ന നമ്മുടെ ഈ ഗ്രാഫ് മൂലം നമുക്ക് പഠിക്കാനുള്ളത് സൈൻ കൺവെൻഷൻ മാത്രമാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 50% നമ്മൾ കവർ ചെയ്തു നടത്താം. ഓക്കെ, ബാക്കി ഇത് ബേസ് ചെയ്ത സൈൻ കൺവെൻഷൻസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇതിനകത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായി നോക്കിയാലോ. നമുക്ക് ഓരോ ഫോർമുലാസും എങ്ങനെയാണ് വരുന്നത് നോക്കാം. സോ ഫസ്റ്റ് വൺ, ആദ്യം ഞാൻ എഴുതാൻ പോകുന്നത് സൈൻ π/2 - x. സൈൻ π/2 - x. അപ്പൊ സൈൻ π/2 ഞാൻ പറഞ്ഞു സൈന് വരുമ്പോ എന്താണ് വരിക? സൈന് വരുമ്പോ കോസ് ആണ് വരിക. സോ ഞാൻ ഇവിടെ ഇനീഷ്യലി തന്നെ കോസ് x എഴുതി. ക്ലിയർ? സൈന് വരുമ്പോ കോസ് ആണ് വരിക, ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ കോസ് x എഴുതി. ഇനി നമുക്ക് സൈൻ, ഇതിൽ ഏത് സൈൻ ആണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ള കാര്യം മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. π/2 - x. π/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90. 90 - x എന്ന് പറഞ്ഞാൽ ഇതാ വരിക, ഇതാണ് വരിക. π/2 - x, 90ലെ കാര്യം കുറവ്. ക്ലിയർ അല്ലേ? π/2 - x എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് വരിക. ഫസ്റ്റ് ക്വാഡ്രന്റ് എല്ലാം പോസിറ്റീവ് ആണ് അല്ലെ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആൾ പോസിറ്റീവ്, എല്ലാം പോസിറ്റീവ് ആണ്. അപ്പൊ എന്താണ്? cos x എന്ന് മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് cos x ഉം സെയിം തന്നെയാണ്. അടുത്തത് cos ഓഫ് π/2 - x. കോസ് വരുമ്പോ ഏതാ വരിക? സൈൻ x ആണ് വരിക, ഞാൻ പറഞ്ഞു. അപ്പൊ π/2 - x എന്ന് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. സോ എല്ലാം പോസിറ്റീവ് ആയിരിക്കും, സെയിം വേ. അടുത്തത് കൊസീക്ക് വരുമ്പോ കൊസീക്ക് π/2 - x എന്ന് പറഞ്ഞു വെച്ചാൽ എന്തായിരിക്കും വരിക? സീക്ക് x എന്ന് വരും. അടുത്തത് സീക്ക് π/2 - x എന്ന് പറഞ്ഞു വെച്ചാൽ കൊസീക്ക് x എന്ന് വരും. അടുത്തത് ടാൻ π/2 - x എന്ന് പറഞ്ഞു വെച്ചാൽ കോട്ട് x എന്ന് വരും. കോട്ട്
π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ടാൻ എക്സ് എന്ന് വരും. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റിലുള്ള ഫോർമുലാസ്. സോ ഇത്രയും ഫോർമുലാസ് പഠിച്ചാൽ നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ് കഴിഞ്ഞു. അതായത് π/2 മൈനസ് എക്സിന്റെ സെഗ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സോ ഇതെല്ലാം ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന കാരണമാണ് എല്ലാം പോസിറ്റീവ് ആയിരിക്കുന്ന. അടുത്തതിൽ എല്ലാത്തിലും പോസിറ്റീവ് ആണെന്ന് വിചാരിക്കരുത്, അതിൽ വ്യത്യാസങ്ങളുണ്ട്. സോ നമുക്ക് അടുത്ത് നോക്കിയാലോ? ഇപ്പൊ നമ്മൾ π/2 മൈനസ് എക്സ് ആണ് നോക്കിയത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് π/2 പ്ലസ് എക്സിന്റെ ഫോർമാറ്റ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. π/2 പ്ലസ് എക്സ് പ്ലസ് എക്സ്, അതായത് π/2 എന്ന് 90. അപ്പൊ 90 പ്ലസ് എക്സ് എന്ന് പറയുന്ന ഫോർമാറ്റിലുള്ള പ്രോബ്ലംസ് ആണ് നോക്കാൻ പോകുന്നത്. 90 വരുമ്പോൾ സൈനിന് കോസ്, കോസിന് സൈന്, അതിലൊരു മാറ്റമില്ല. നമ്മുടെ സൈൻ മാത്രം നോക്കിയാൽ മതി. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ മാത്രം ഇനി നമ്മൾ നോക്കിയാൽ മതി. സോ ആദ്യം സൈൻ തന്നെ തുടങ്ങാം. സൈൻ π/2 പ്ലസ് എക്സ്, സൈൻ π/2 പ്ലസ് എക്സ്. സൈൻ വരുമ്പോൾ ഏതാണ് വരിക? കോസ് ആണ് വരിക. സോ ഞാൻ കോസ് എക്സ് ഇനീഷ്യലി തന്നെ എഴുതി. ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് നോക്കണ്ടേ? നോക്കണം. 90 പ്ലസ് എക്സ്, 90 ഇതാണ്. അപ്പൊ 90 പ്ലസ് എക്സ് എവിടെയാണ് വരിക? ഇവിടെയാണ് വരിക. π/2 പ്ലസ് എക്സ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ഞാൻ വായിക്കുകയാണ്, നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. ഫൈൻ. അപ്പൊ 90 പ്ലസ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഏത് ക്വാഡ്രന്റാ വരിക? സെക്കൻഡ് ക്വാഡ്രന്റ്. കാരണം ഇത് 90 മൈനസ് എക്സ്, ഇത് 90 പ്ലസ് എക്സ്, സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് വരിക. സെക്കൻഡ് ക്വാഡ്രന്റിൽ ഏതാണ് പോസിറ്റീവ്? സിൽവർ. സിൽവർ ഡിനോട്ട്സ് ഫോർ സൈൻ. സോ സൈനിന്റെ എല്ലാം വന്നാലും പോസിറ്റീവ് ആയിരിക്കും. ഇവിടെയാണ്, ഇതാണ് നോക്കേണ്ടത്. ഇവിടെ എല്ലാം നോക്കണ്ടേ, ഇവിടെ കോസ് ആയത് കാരണം നോക്കരുത്. ഇവിടെയാണ് നോക്കേണ്ടത് സൈൻ. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? ഇത് കോസ് എക്സ്, പോസിറ്റീവ് കോസ് എക്സ് ആയിട്ട് എടുക്കാം. അടുത്തത് കോസ് ഓഫ് π/2 പ്ലസ് എക്സ്, കോസ് ഓഫ് π/2 പ്ലസ് എക്സ്. കോസ് വരുമ്പോൾ നമ്മൾ എഴുതേണ്ടത് സൈൻ എക്സ് ആണ് നമുക്കറിയാം. പിന്നെ നമുക്കറിയാം π/2 പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അവിടെ ഏതൊക്കെയാണ് പോസിറ്റീവ്? സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. സോ ഇവിടെ കോസിന്റെ ആണ് ഈ സൈൻ വന്നിരിക്കുന്നത്. സോ കോസിന് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അടുത്തത് കൊസീക് π/2 പ്ലസ് എക്സ്. കൊസീക്ക് വരുമ്പോൾ വരുന്നത് സീക്ക് എക്സ് ആണ്. നമുക്കറിയാം കൊസീക്ക് സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആണ്. സോ ഒരു കുഴപ്പമില്ല. അടുത്തത് സീക്ക് π/2 പ്ലസ് എക്സ്. സീക്ക് വരുമ്പോ കൊസീക്ക് വരും. സീക്ക് പക്ഷെ സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്താണ്? നെഗറ്റീവ് ആണ്. സോ മൈനസ് കൊസീക്ക് എക്സ്. അടുത്ത ടാൻ π/2 പ്ലസ് എക്സ്. ടാൻ വരുമ്പോ കോട്ട് എക്സ് എന്ന് വരും. കോട്ടും ടാനും സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ്. അടുത്തത് കോട്ട് ഓഫ് π/2 പ്ലസ് എക്സ് എന്ന് വരും. സോ കോട്ട് വരുമ്പോൾ ടാൻ വരും. ടാൻ ആൾസോ നെഗറ്റീവ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ ഏതൊക്കെയാ പോസിറ്റീവ്? സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ബാക്കി എല്ലാ ടേംസും നെഗറ്റീവ് ആണ്. സോ ഈ ഒരു സെഗ്മെന്റ് ഓഫ് ഫോർമുലാസ് നിങ്ങൾ പഠിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ π/2 മൈനസ് നോക്കി, π/2 പ്ലസ് നോക്കി. അടുത്ത നമുക്ക് ഏത് നോക്കാം? പൈ വരുന്ന ഫോർമുലാസ് നോക്കാം. പൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ് കേട്ടോ. പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. സോ അത് ബേസ് ചെയ്യുന്ന ഫോർമുലാസ് നമുക്ക് നോക്കാം. സോ ആദ്യം പൈ മൈനസ് എക്സ് അഥവാ 180 മൈനസ് എക്സ്, ഈ ഒരു ഫോർമാറ്റ് വരുന്ന ഫോർമുലാസ് നോക്കാം. അപ്പൊ ആദ്യം നമ്മളിപ്പോ π/2ന്റെ സൈനിന് കോസ് വരും, ടാനിന് കോട്ട് വരും, കൊസീക്കിന് സീക്ക് വരും എന്ന് പഠിച്ചു. പൈ വരുന്ന സമയത്ത് 180 വരുന്ന സമയത്ത് സൈനിന് സൈൻ തന്നെയേ വരുള്ളൂ, കോസിന് കോസ് തന്നെയാ വരുള്ളൂ, ടാനിന് ടാന് തന്നെയാ വരുള്ളൂ. നമ്മൾ ഏത് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി കൊടുക്കുന്നോ അത് തന്നെയാണ് ഇപ്പുറത്തും വരത്തുള്ളൂ. ഏത് ഫംഗ്ഷൻ ആണോ അതേ ഫംഗ്ഷൻ, ഒരു മാറ്റവും വരില്ല. സെയിം സാധനം റിഫ്ലക്സ് ചെയ്ത് വരും. നമ്മൾ റിഫ്ലക്ഷൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ടാൻ കൊടുത്താൽ ടാൻ വരും, സൈൻ കൊടുത്താൽ സൈൻ വരും. ഒരു തരത്തിലും മാറ്റം വരില്ല. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ഫോർമുലാസ് നോക്കിയാലോ? നോക്കാം. സോ ആദ്യം ഞാൻ സൈൻ വെച്ച് തുടങ്ങാം. സൈൻ പൈ മൈനസ് എക്സ്. സൈൻ പൈ മൈനസ് എക്സ്. ഞാൻ പറഞ്ഞു സൈൻ എന്ന് വെച്ചാൽ എന്ത് തന്നെ വരിക? സൈൻ എക്സ് തന്നെയാണ് വരിക, അതിലൊരു മാറ്റവും വരില്ല. പിന്നെ പൈ മൈനസ് എക്സ്, ഇതാണ് പൈ. പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റ് തന്നെയാണ്? പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റ് തന്നെയാണ്? സെക്കൻഡ് ക്വാഡ്രന്റ് തന്നെയാണ്. ഇത് പൈ ആയുമ്പോൾ ഈ സെക്കൻഡ് ക്വാഡ്രന്റ് നമുക്ക് എങ്ങനെ കൂടി ഡിനോട്ട് ചെയ്യാം? പൈ മൈനസ് എക്സ് എന്ന് കൊടുക്കാം. കാരണം സെക്കൻഡ് ക്വാഡ്രന്റ് മറ്റൊരു ടേം എങ്ങനെയാണ്? π/2 പ്ലസ് എക്സ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ പൈ മൈനസ് എക്സ് എന്ന് കൂടി നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റിനെ ഡിനോട്ട് ചെയ്യാം. സോ സൈൻ ഓഫ് പൈ മൈനസ് എക്സ് എന്ത് തന്നെയാണ്? സൈൻ എക്സ് തന്നെയാണ്. അടുത്തത് കോസ് ഓഫ് പൈ മൈനസ് എക്സ് എന്ത് തന്നെ ആയിരിക്കും? കോസ് എക്സ് ആയിരിക്കും. പക്ഷെ സൈൻ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? സെക്കൻഡ് ക്വാഡ്രന്റിൽ ഏത് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ? സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ഇവിടെയും എന്തായിരിക്കും? നെഗറ്റീവ് കോസ് എക്സ്. അടുത്തത് ടാൻ ഓഫ് പൈ മൈനസ് എക്സ് എന്തായിരിക്കും? മൈനസ് ടാൻ എക്സ്. അടുത്തത് കൊസീക് ഓഫ് പൈ മൈനസ് എക്സ് എന്തായിരിക്കും? കൊസീക് എക്സ്. കാരണം എന്താണ്? സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും പോസിറ്റീവ് ആണ്. അടുത്തത് സീക് ഓഫ്
പൈ മൈനസ് എക്സ് എന്തായിരിക്കും? മൈനസ് സീക്ക് എക്സ്. കോട്ട് ഓഫ് പൈ മൈനസ് എക്സ് എന്തായിരിക്കും? മൈനസ് കോട്ട് എക്സ്. ക്ലിയർ അല്ലേ? അപ്പൊ പൈ മൈനസ് എക്സ് വരുന്ന ഫോർമുലാസ് നിങ്ങൾ സിമ്പിൾ ആയിട്ട് പഠിച്ചോ. ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് ആണ് വരുമ്പോ ഈ പറയുന്ന സൈനും കൊസീക്കും മാത്രം പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ് വരുന്നത്. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? പൈ പ്ലസ് എക്സിന്റെ ഫോർമാറ്റ് നോക്കാം. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പൈ പ്ലസ് എക്സിന്റെ കേട്ടോ. അപ്പൊ നമ്മൾ 3 നോക്കി കഴിഞ്ഞു. നെക്സ്റ്റ് ഫോർത്ത് വൺ പൈ പ്ലസ് എക്സ്, അതായത് 180 പ്ലസ് എക്സിന്റെ ഫോർമാറ്റ് നോക്കുന്നത്. ഇതാണ് 180 എന്ന് അറിയാം. സോ 180 പ്ലസ് എക്സ് എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രന്റ് ആയിരിക്കില്ലേ? അതെ. സോ പൈ പ്ലസ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ ഏതാ പോസിറ്റീവ്? ഓൾ സിൽവർ ടി. ടി മീൻസ് ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവ്. മൈൻഡിൽ വെക്കുക കേട്ടോ. സോ ആദ്യം നമുക്ക് എന്ത് നോക്കാം? സൈൻ നോക്കാം. സോ സൈൻ ഓഫ് പൈ പ്ലസ് എക്സ്. ഞാൻ പറഞ്ഞു 180 വരുമ്പോൾ അതേ സാധനം റിഫ്ലക്ട് ചെയ്ത് വരും. സോ സൈൻ എക്സ് എന്ന് വരും. പക്ഷേ ഇത് തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റില് ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. സോ സൈൻ നെഗറ്റീവ് ആയിരിക്കും. കോസ് ഓഫ് പൈ പ്ലസ് എക്സ്, സെയിം വേ കോസും നെഗറ്റീവ് ആയിരിക്കും. ടാൻ ഓഫ് പൈ പ്ലസ് എക്സ്, ടാൻ എന്തായിരിക്കും? ടാൻ പോസിറ്റീവ് ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് തേർഡ് ക്വാഡ്രന്റ്. സോ ടാൻ എക്സ്. അടുത്തത് കൊസീക് ഓഫ് പൈ പ്ലസ് എക്സ്. കൊസീക് എക്സ് എന്താണ്? മൈനസ് ആയിരിക്കും. സോ മൈനസ് കൊസീക് എക്സ്. നെക്സ്റ്റ് വൺ സീക് ഓഫ് പൈ പ്ലസ് എക്സ് ഈക്വൽ ടു മൈനസ് സീക് എക്സ്. അടുത്തത് കോട്ട് ഓഫ് പൈ പ്ലസ് എക്സ് ഈക്വൽ ടു കോട്ട് എക്സ്. കോട്ടും പോസിറ്റീവ് ആണ്, ടാനും പോസിറ്റീവ് ആണ്, ബിക്കോസ് തേർഡ് ക്വാഡ്രന്റ് ആണ്, വേറെ ഒന്നുമേ ഇല്ല. സോ പൈ പ്ലസ് എക്സും കഴിഞ്ഞു, പൈ മൈനസ് എക്സും കഴിഞ്ഞു. അടുത്ത നമുക്ക് ഏതാ നോക്കാനുള്ളത്? 3 പൈന്റെ നോക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയ അടുത്ത 3 പൈ ട്ടോ. വളരെ ഇമ്പോർട്ടന്റ് പ്രോബ്ലംസിൽ ചോദിക്കാവുന്ന ടേംസ് ഫോർമുലാസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, ഒരേ പാറ്റേൺ ഉള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 3 പൈ, സോറി 3 പൈ അല്ല 2 പൈ, 360 ആണ് ഉദ്ദേശിക്കുന്നത്. സോ 2 പൈ മൈനസ് എക്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് 360 മൈനസ് എക്സ് എന്ന് പറയുന്ന ഫോർമാറ്റിൽ വരുന്ന ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. സോ 360 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരിക? ഇത് 2 പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ക്വാഡ്രന്റ് വരും അല്ലേ? സോ 2 പൈ മൈനസ് എക്സ്. ഇവിടെ 2 പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇത് വരും. 2 പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഫോർത്ത് ക്വാഡ്രന്റ് വരും. ഫോർത്ത് ക്വാഡ്രന്റിൽ ഏതാണ് പോസിറ്റീവ്? ഓൾ സിൽവർ ടീ കപ്പ്, അതായത് കോസും സീക്കും ആണ് പോസിറ്റീവ്. സോ ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും സീക്കും ആണ് പോസിറ്റീവ്, മൈൻഡിൽ വെക്കുക. ഫസ്റ്റ് വൺ സൈൻ ഓഫ് 2 പൈ മൈനസ് എക്സ്. 2 പൈയും പൈയിലും, അതായത് 360ലും 180ലും ഇവിടെ സൈൻ കൊടുത്താൽ നമ്മുടെ ഫംഗ്ഷൻ അതേപോലെ റിഫ്ലക്ട് ചെയ്യും, ഒരു മാറ്റവും വരില്ല. സോ സൈൻ എക്സ് തന്നെ വരും. പക്ഷേ നെഗറ്റീവ് ആയിരിക്കും പോസിറ്റീവ് ആയിരിക്കും? ഫോർത്ത് ക്വാഡ്രന്റ് ആണ്, അവിടെ കോസും സീക്കും മാത്രം പോസിറ്റീവ്. സോ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കോസ് ഓഫ് 2 പൈ മൈനസ് എക്സ്. കോസിന്റെ കേസിൽ എന്താണ്? ഫോർത്ത് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആയിരിക്കും. സോ കോസ് എക്സ് എന്ന് വരും. അടുത്തത് ടാൻ ഓഫ് 2 പൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് ടാൻ എക്സ് എന്ന് വരും. കൊസീക് ഓഫ് 2 പൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് കൊസീക് എക്സ് എന്ന് വരും. സീക് ഓഫ് 2 പൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ സീക് ഓഫ് 2 പൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആണ്, കോസും സീക്കും പോസിറ്റീവ് അല്ലേ? സോ സീക് എക്സ് എന്ന് വരും. കോട്ട് ഓഫ് 2 പൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ കോട്ടിന്റെ കേസ് എന്തായിരുന്നു? അതും നെഗറ്റീവ് ആയിരിക്കും. സോ മൈനസ് കോട്ട് എക്സ് എന്ന് വരും. സോ ഇവിടെ സീക്കും കോസും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബിക്കോസ് ഇറ്റ് ലൈസ് ഇൻ ദ ഫോർത്ത് ക്വാഡ്രന്റ്. ക്ലിയർ ആയിട്ട് മൈൻഡിൽ തന്നെ വയ്ക്കും. ഓക്കെ, ഇപ്പൊ 2 പൈ മൈനസ് എക്സിന്റെ ഫോർമുലാസ് കഴിഞ്ഞില്ലേ? അടുത്തത് 2 പൈ പ്ലസ് എക്സിന്റെ ഫോർമുലാസ് ആണ് നോക്കാം. 2 പൈ പ്ലസ് എക്സ്. സോ 2 പൈ പ്ലസ് എക്സ് എവിടെ വരും? 2 പൈ പ്ലസ് എക്സ് നമുക്ക് എവിടെ വരും? ഇത് 2 പൈ ആണ്, ഇത് 2 പൈ മൈനസ് എക്സ്. അപ്പൊ 2 പൈ പ്ലസ് എക്സ് മുകളിൽ വരും. അതായത് 2 പൈ പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. 2 പൈ പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റിൽ വരും? ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. അപ്പോ കോസ് ഓഫ് 2 പൈ പ്ലസ് എക്സ്, 2 പൈ വരുമ്പോൾ സെയിം കോസ് എക്സ് തന്നെ വരും. ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത എന്താണ്? എല്ലാം പോസിറ്റീവ് ആണ്. ഓൾ സിൽവർ ടീ കപ്പ്, ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാം പോസിറ്റീവ് ആണ്. സോ കോസ് എക്സ് എന്നേ വരത്തുള്ളൂ. സൈൻ 2 പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ സൈൻ എക്സ്. അടുത്ത് കൊസീക് 2 പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്തായിരിക്കും വരിക? കൊസീക് എക്സ്. സീക് 2 പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? സീക് എക്സ്. സെയിം വേ ടാൻ 2 പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ടാൻ എക്സ് എന്ന് വന്നു. കോട്ട് 2 പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ കോട്ട് എക്സ് എന്ന് വന്നു. ഇത്രയേ ഉള്ളൂ ഇമ്പോർട്ടന്റ് ആയ ഫോർമുല. അപ്പൊ 2 പൈ പ്ലസ് എക്സും കഴിഞ്ഞു. നമ്മൾ ഏതൊക്കെ നോക്കിയത്?
പൈ ബൈ 2 മൈനസ് എക്സ്, പൈ ബൈ 2 പ്ലസ് എക്സ്, പൈ മൈനസ് എക്സ്, പൈ പ്ലസ് എക്സ്, 2π മൈനസ് എക്സ്, 2π പ്ലസ് എക്സ്. ഇത്രയേ പൊതുവെ പരീക്ഷകൾ ചോദിക്കാറുള്ളൂ. സോ ഇത് ബേസ് ചെയ്ത ഫോർമുലാസ് ആണ് നമ്മൾ മെയിൻലി ഇപ്പോൾ ഡിറൈവ് ചെയ്തെടുത്തത്. സോ ഇത് ഡിറൈവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ പറയുന്ന ഗ്രാഫിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ നമുക്ക് ചെയ്യാനുണ്ട്. അതായത് വേറെ ഒന്നുമല്ല, അതിന് ഈ പറയുന്ന മൈനസും പ്ലസും ആയിട്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻസ് വരാത്ത രീതിയിൽ ഒന്നുകൂടി ഞാൻ ഡീറ്റെയിലിംഗ് ചെയ്തു തരാം. വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഡീറ്റെയിലിംഗ് ചെയ്തു തരാം. സോ ഇതിന് നമുക്കറിയാം 4 ക്വാഡ്രന്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 4 ക്വാഡ്രന്റ്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. 4 ക്വാഡ്രന്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഞാൻ അപ്പോഴേ എഴുതിയ ആംഗിൾസ് ഞാൻ ഒന്നുകൂടി എഴുതുകയാണ്. ഇത് എത്രയായിരുന്നു? 2π ആയിരുന്നു. ഇത് π/2 ആയിരുന്നു. ഇത് പൈ ആയിരുന്നു. ഇത് 3π/2 ആയിരുന്നു. ക്ലിയർ അല്ലേ? ഈ ആംഗിൾസ് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണം കേട്ടോ. ഈ ആംഗിൾസ് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണം. അടുത്തത് ഈ പറയുന്ന ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമുക്ക് എങ്ങനെയൊക്കെ ഡിനോട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഒന്ന് π/2 മൈനസ് എക്സ് ആയിട്ട് കൊടുക്കാം. π/2 മൈനസ് എക്സ്. ഈ പറയുന്ന 90 ഡിഗ്രിയിൽ കുറഞ്ഞത് ഇൻക്ലൂഡ് ആവുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. അതുപോലെ തന്നെ 2π പ്ലസ് എക്സ് ആയിട്ടും കൊടുക്കാം അല്ലെ. 2π പ്ലസ് എക്സ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിനെ കൊടുക്കാൻ പറ്റും. അതേപോലെ സെക്കൻഡ് ക്വാഡ്രന്റിന് എങ്ങനെ കൊടുക്കാം? ഒന്നാമത്തെ π/2 പ്ലസ് എക്സ് ആയിട്ടും കൊടുക്കാം, ഈ π മൈനസ് എക്സ് ആയിട്ടും കൊടുക്കാം. ശരിയല്ലേ? π മൈനസ് എക്സ് ആയിട്ട് നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റിനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഫൈൻ. തേർഡ് ക്വാഡ്രന്റ് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ π പ്ലസ് എക്സ് ആയിട്ടും കൊടുക്കാം, 3π/2 മൈനസ് എക്സ് ആയിട്ടും കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫോർത്ത് ക്വാഡ്രന്റിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും? 3π/2 പ്ലസ് എക്സ് ആയിട്ടും കൊടുക്കാം, 2π മൈനസ് എക്സ് ആയിട്ടും കൊടുക്കാം. 2π മൈനസ് എക്സ് ആയിട്ടും. ക്ലിയർ അല്ലേ? സോ ഈ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് വേണം. ഇതിന്റെ ബേസിസിലാണ് ഇനി അടുത്ത ചോദ്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഒരു സിമ്പിൾ ട്രിക്ക് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അതായത് ചില ചോദ്യങ്ങളിൽ ഇപ്പൊ ഈ 2π മീൻസ്, അതായത് ഇവിടെ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഈവൺ നമ്പേഴ്സ് വരുന്ന സമയത്ത് 2, 4, 6, 8 തുടങ്ങി ഈവൺ നമ്പേഴ്സ് വരുന്ന സമയത്ത്, ഉദാഹരണം ഇപ്പൊ 3π അല്ല, 3 ഒരു ഓഡ് നമ്പർ ആണ്, 4π പ്ലസ് എക്സ് വരികയാണെന്ന് വെക്കുക. 4π പ്ലസ് എക്സ് വരികയാണെന്ന് വെക്കുക. സോ 4 ഒരു ഈവൺ നമ്പർ ആണ്. അപ്പൊ അത് ഏത് ക്വാഡ്രന്റിൽ വരും? ഈ പറയുന്ന ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. അതേപോലെ തന്നെ 4π മൈനസ് എക്സ് വരികയാണെന്ന് വെക്കുക. അവിടെ ഈ 4 ഒരു ഈവൺ നമ്പർ ആണ്. സോ ഈ പറയുന്ന മൈനസ് ഫോമാറ്റ് വരുന്നത് ഫോർത്ത് ക്വാഡ്രന്റിൽ വരും. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് എഴുതുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരും. നെക്സ്റ്റ് വൺ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ 3π പ്ലസ് എക്സ് എന്ന് പറഞ്ഞു, 3π പ്ലസ് എക്സ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പറയുന്ന ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ അല്ല വരിക. 3 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ ആണ്. അതുകൊണ്ട് അത് വരുന്നത് ഈ പറയുന്ന തേർഡ് ക്വാഡ്രന്റിലാണ് വരിക. ക്ലിയർ അല്ലേ? തേർഡ്. ഇത് ഓഡ് നമ്പർ ആണെങ്കിൽ ഇതേ ഫോർമാറ്റിൽ കിടക്കുന്നത് തേർഡ് ക്വാഡ്രന്റ് ആണ്. പൈ എന്ന് പറയുന്നത് 1πക്ക് ഈക്വൽ ആണ്. ക്ലിയർ ആക്കുന്നുണ്ടോ? അപ്പൊ അത് തേർഡ് ക്വാഡ്രന്റിൽ വരും. അതേപോലെ തന്നെ ഇപ്പൊ 3π മൈനസ് എക്സ് ആണെന്ന് വെക്കുക. 3π മൈനസ് എക്സ്, 3 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്. സോ അതേ ഫോർമാറ്റിൽ കിടക്കുന്നത് ഇവിടെ അല്ലേ? 1π മൈനസ് എക്സ്. സോ അത് സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. ഈ കാര്യങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കണം. കുറച്ചുകൂടി ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പൊ 6π പ്ലസ് എക്സ് എന്നാണ് ചോദിക്കുക. സോ ഏത് ക്വാഡ്രന്റിൽ വരും? 6π പ്ലസ് എക്സ്. 6 ഒരു ഈവൺ നമ്പർ ആണ്. സോ അതേ ഫോർമാറ്റിൽ കിടക്കുന്നത് എവിടെയാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. നെക്സ്റ്റ് വൺ, ഇപ്പൊ 8π മൈനസ് എക്സ് എന്ന് വിളിക്കുക. 8 ഒരു ഈവൺ നമ്പർ ആണ്. മൈനസ് എക്സിന്റെ ഫോർമാറ്റിൽ കിടക്കുന്നത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഓഡ് നമ്പേഴ്സിന്റെ 2-3 എക്സാമ്പിൾസ് കൂടി പറയാം. ഇപ്പൊ 5π മൈനസ് എക്സിന്റെ ഫോർമാറ്റിൽ കിടക്കാൻ നോക്കി. 5 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. അപ്പൊ അതേ ഫോർമാറ്റിൽ കിടക്കുന്നത് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. നെക്സ്റ്റ് വൺ, ഇപ്പൊ 7π മൈനസ് എക്സ് എന്ന് വെക്കുക. അതൊരു പ്ലസ് കൊടുക്കാം. 7π പ്ലസ് എക്സ് എന്ന് കൊടുക്കുക. അതൊരു ഓഡ് നമ്പർ ആണ്. സോ അതേ ഫോർമാറ്റിൽ കിടക്കുന്നത് നമ്മുടെ തേർഡ് ക്വാഡ്രന്റ് ആണ്. 1π പ്ലസ് എക്സ് എന്ന് ആ ഫോർമാറ്റിൽ കിടക്കുന്നില്ലേ? 1 ഞാൻ കൊടുക്കാത്തത് നിങ്ങൾക്ക് അറിയുമെന്നതുകൊണ്ടാണ്. ക്ലിയർ അല്ലേ? സോ ഈ പറയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ഫർദർ പ്രോബ്ലംസിൽ മനസ്സിലാക്കി വെച്ചിരിക്കണം. കാരണം ഇതെല്ലാം അറിയുന്ന കുട്ടിക്ക് ഏത് തരത്തിലും തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ പരീക്ഷയിൽ ചോദിച്ചാലും പുഷ്പം പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർമുലാസ് പഠിച്ചു. ഇനി നമ്മൾ അടുത്തത് പ്രോബ്ലംസിലോട്ടാണ് കിടക്കുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട ചോദ്യമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സൈൻ ഓഫ് 225 ഡിഗ്രിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇത് മാർച്ച് 2015 പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. സോ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ അതിനാവശ്യമുള്ള ഗ്രാഫ് ഞാനിവിടെ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ തവണയും എനിക്ക് മൈൻഡിൽ വെച്ചിട്ടൊന്നും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺവീനിയൻസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഗ്രാഫ് ഞാൻ ഓൾറെഡി പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈൻ ഓഫ് 225 നമുക്കറിയാം. ഈ 225 നമുക്ക് അറിയുന്ന ഒരു ക്വാണ്ടിറ്റിന്റെ ടേമിൽ നമുക്ക് എഴുതാലോ. 225 നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെയാന്ന് നോക്കാം. സൈൻ ഓഫ് 180 പ്ലസ്
45 എഴുതാലോ. 220 നമുക്ക്, അതായത് ഇവിടെ 180 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് കൺവീനിയന്റ് ആയി നമുക്ക് കുറച്ച് ആംഗിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? 2π, π/2, π, 3π/2. ഇതിന്റെ ടേംസിൽ നമുക്ക് എഴുതണം. അതായത് ഒന്നില്ലെങ്കിൽ 360, 90, 180, 270. ഇതിന്റെ ടേമിൽ നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ നമ്മൾ മാറ്റി എഴുതാം. സോ 180 + 45 ആക്കി എഴുതാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ 270 മൈനസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. അതിന്റെ ആവശ്യമില്ല. ഇതാണ് കുറച്ചുകൂടി കൺവീനിയന്റ് എന്ന് വിചാരിക്കുന്നു. സോ 180 + 45 ആക്കി ഞാൻ എഴുതിയിരിക്കുന്നു. ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? സൈൻ ഓഫ് പൈ പ്ലസ് എക്സ് എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ശരിയല്ലേ? സൈൻ ഓഫ് 180 + 45 എന്ന് പറയുന്നത് സൈൻ ഓഫ് പൈ പ്ലസ് എക്സ് എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് കിടക്കുന്നത്. സൈൻ പൈ പ്ലസ് എക്സിന്റെ വാല്യൂ എന്തായിരുന്നു? സൈൻ പൈ പ്ലസ് എക്സിന്റെ വാല്യൂ എന്തായിരുന്നു? മൈനസ് സൈൻ എക്സ് ആയിരുന്നു. മൈനസ് സൈൻ എക്സ് ആയിരുന്നു. മറക്കോ? മറക്കില്ല എന്ന് വിചാരിക്കുന്നു. മൈനസ് സൈൻ എക്സ് ആയിരുന്നു. അപ്പൊ ഇവിടെ എന്ത് വരും? മൈനസ് സൈൻ എത്ര വരും? എക്സിന്റെ സ്ഥാനത്തുള്ള 45 ആണ്. 45 എന്ന് വരും. ഈക്വൽ ടു മൈനസ് സൈൻ 45ന്റെ വാല്യൂ. സൈൻ 45ന്റെ വാല്യൂ നമ്മൾ പഠിച്ചാണ്. സൈൻ 45 ഈക്വൽ ടു 1/√2 ആണ്. നമ്മൾ ആ ടേബിൾ വരച്ചിട്ട് ആദ്യത്തെ പാർട്ടിൽ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സൈൻ 45ന്റെ വാല്യൂ 1/√2 ആണ്. അപ്പൊ മൈനസ് സൈൻ 45ന്റെ വാല്യൂ എത്ര വരും? മൈനസ് 1/√2 എന്ന് വരും. മൈനസ് 1/√2. മാർച്ച് 2015 ചോദ്യം പുഷ്പം പോലെ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. സോ അതിന് നിങ്ങൾക്ക് ആവശ്യം ഇത് ഈ പറയുന്ന ഫോർമുല മാത്രമാണ്. സോ ഈ ഫോർമുല ഡിറൈവ് ചെയ്യാനാണ് ഞാൻ ആ പറയുന്ന 10-15 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചത്. ഈ പറയുന്ന ഫോർമുല നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ ആൻസർ മൈനസ് 1/√2 ആണ്. നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലൂടെ അടക്കാം. 20 ചോദ്യങ്ങളിൽ രണ്ടാമത്തെ ചോദ്യം 2011 ഒക്ടോബറിൽ ചോദിച്ച ചോദ്യമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഇതിനകത്ത് നമുക്ക് 4 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. സോ 4 കൂടി ഒരു ചോദ്യമായിട്ടാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന പരീക്ഷയ്ക്ക്. അതുപോലെ തന്നെ ചെയ്യാം. സോ ഒന്നാമത് ഫസ്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് കോസ് 330 ആണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. കോസ് 330. അപ്പൊ നമുക്ക് അറിയാവുന്ന ആംഗിൾസിന്റെ ബേസിസ് നമുക്ക് എങ്ങനെ എഴുതാം? 360 അടുത്താണ് 330 ഉള്ളത്. സോ ആ രീതിയിൽ എഴുതാം. അതായത് കോസ് ഓഫ് 360 മൈനസ് 30 എന്ന് എഴുതാലോ. 360 മൈനസ് 30 എന്ന് എഴുതാം. അത് 330 ഈക്വൽ ആണ്. 360 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആംഗിൾ 2π ആണ്. സോ ഈക്വൽ ടു കോസ് 2π മൈനസ് എക്സ്. ഈ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? കോസ് ഓഫ് 2π മൈനസ് എക്സിന്റെ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. നമുക്കറിയാം 2π മൈനസ് എക്സ്, അതായത് 2π, π, 3π, 4π ഏത് വന്നാലും അതേ ഫംഗ്ഷൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. സോ കോസ് എന്ത് തന്നെയാണ്? 30 എന്ന് വരും. പക്ഷെ സൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നിങ്ങൾക്കറിയണം. 2π മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റ് ആണ്? 4th ക്വാഡ്രന്റ് ആണ്. 4th ക്വാഡ്രന്റിൽ ഏതാണ് പോസിറ്റീവ്? കോസ് ആണ് പോസിറ്റീവ്. ഓൾ സിൽവർ ടീ കപ്പ്. കോസും സീക്കും പോസിറ്റീവ് ആണ്. സോ എന്തായിട്ട് വരും? പോസിറ്റീവ് ആയിട്ട് തന്നെ വരും. സോ കോസ് 30ന്റെ വാല്യൂ എത്രയാണ്? കോസ് 30ന്റെ വാല്യൂ √3/2 ആണ്. √3/2 ആണ്. വാല്യൂ ഇത്രയേ ഉള്ളൂ. കോസ് 30ന്റെ വാല്യൂ √3/2 അത്രയേ ഉള്ളൂ. സൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നടക്കാം. കോസ് 120 ആണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. കോസ് 120 നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഓഫ് 180 മൈനസ് 60 ആക്കി എഴുതാം. കോസ് ഓഫ് 180 മൈനസ് 60. 180 എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ ആണ്. സോ പൈ മൈനസ് 60 ആക്കി എഴുതാം. കോസ് ഓഫ് പൈ മൈനസ് 60. നമുക്കറിയാം പൈ 2π 3π എന്ന അതേ ടേം തന്നെ റിപ്പീറ്റ് ചെയ്യും. സോ കോസ് 60 തന്നെ ആയിരിക്കും. സൈൻ നോക്കണം. പൈ മൈനസ് 60. പൈ മൈനസ് 60. പൈ മൈനസ് എന്ന് പറയുമ്പോൾ ഏത് വരും? പൈ മൈനസ് എക്സ്. ഓൾ സിൽവർ. പൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ? സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് എന്താണ്? നെഗറ്റീവ് ആണ്. സോ മൈനസ് കോസ് 60 എന്ന് വരും. മൈനസ് കോസ് 60യുടെ വാല്യൂ എത്രയാണ്? കോസ് 60യുടെ വാല്യൂ എത്രയാണ്? 1/2 ആണ്. സോ മൈനസ് 1/2 വരും. ക്ലിയർ അല്ലേ? ഈ മൈനസ് 1/2 എല്ലാം ഞാൻ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ആംഗിളിലും ഉള്ള വാല്യൂസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. നെഗറ്റീവ് സൈൻ ഉള്ള കാരണം മൈനസ് 1/2 എന്ന് വരും. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈൻ 150 ആണ് കണ്ടുപിടിക്കാനുള്ളത്. സൈൻ 150 ഡിഗ്രി. ഇതിനെങ്ങനെയാ മാറ്റി എഴുതാം? സൈൻ ഓഫ് 180 മൈനസ് 30 ആക്കി എഴുതാലോ. 180 മൈനസ് 30 ആക്കി എഴുതാം. 180 മൈനസ് 30 ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? സൈൻ പൈ മൈനസ് എക്സിന്റെ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. സൈൻ പൈ മൈനസ് എക്സിന്റെ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ഈക്വൽ ടു അപ്പൊ എന്ത് തന്നെ വരും? സൈൻ 30 എന്ന് വരും. അതേ ടേം തന്നെ വരും. ഇനി അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പൈ മൈനസ് എക്സ്. പൈ മൈനസ് എക്സ് ഏത് ക്വാഡ്രന്റ് ആണ്? സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ഏതാ പോസിറ്റീവ്? സൈനും കൊസീക്കും ആണ് പോസിറ്റീവ്. സോ ഇത് പോസിറ്റീവ് ആയിരിക്കും. സോ സൈൻ 30യുടെ വാല്യൂ 1/2. സൈൻ 30യുടെ വാല്യൂ 1/2. ക്ലിയർ അല്ലേ? സോ നമുക്ക് സൈൻ 150യുടെ വാല്യൂസ് നമുക്ക് കിട്ടി കഴിഞ്ഞു. അടുത്തത് നെക്സ്റ്റ് വൺ സൈൻ 600. ഇത് കുറച്ച് പ്രശ്നമുള്ളതാണ് ഈ സൈൻ 600 എന്ന് പറയുന്നത്.
സൈൻ 600. കാരണം ഇങ്ങനെയുള്ള വാല്യൂസ് എന്ന് പറഞ്ഞു വെച്ചാൽ 360-നേക്കാളും വലിയ വാല്യൂസ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 360-നേക്കാളും വലിയ വാല്യൂസ് വരുമ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും? 600 ആണ്. 600-നെ 360-നെ മൾട്ടിപ്പിൾ ആക്കി എഴുതാൻ പറ്റുമോ? ഇല്ല, 720 വരും. സോ നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് ഞാൻ എഴുതുകയാണ് സൈൻ ഓഫ് 90-ന്റെ മൾട്ടിപ്പിൾ ആക്കി എഴുതും. 90 × 6 എത്രയാണ്? 540. 90 × 6 എന്ന് പറഞ്ഞാൽ 540. 540 പ്ലസ് 60. അപ്പൊ 600 ആയില്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് അറിയാവുന്ന ടേം 90-ന്റെ മൾട്ടിപ്പിൾ ആക്കി ഞാൻ എഴുതിയിരിക്കുകയാണ്. 90 × 6 പ്ലസ് 60 എന്ന് എഴുതി. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഈക്വൽ ടു സൈൻ ഓഫ് 90-ന് വരെ നമുക്ക് എന്താ π/2 എന്ന് എഴുതാം. π/2 × 6 പ്ലസ് 60 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? π/2 × 6 പ്ലസ് 60 എന്ന് എഴുതാം. ഈ 2ഉം ഈ 3ഉം ക്യാൻസൽ ആകും. അപ്പൊ ഈക്വൽ ടു സൈൻ ഓഫ് എത്ര വരും? 3 ടൈംസ് അല്ലേ? 3π പ്ലസ് 60 എന്ന് വരും. 3π പ്ലസ് 60. സൈൻ ഓഫ് 3π പ്ലസ് 60. ഞാൻ പറഞ്ഞിരുന്നു 3 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്. സോ ഓഡ് നമ്പർ വരുമ്പോൾ ഏത് വരും? π പ്ലസ് എക്സിന്റെ ഫോർമാറ്റിലാണ് വരിക. ക്ലിയർ ആവുന്നുണ്ടോ? ഓഡ് നമ്പർ വരുമ്പോൾ π പ്ലസ് എക്സിന്റെ ഫോർമാറ്റിലാണ് വരിക. സോ അത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക തന്നെ വേണം. അപ്പൊ എത്രാമത്തെ ക്വാഡ്രന്റ് ആണ് ഉള്ളത്? തേർഡ് ക്വാഡ്രന്റ് ആണ് വരിക. തേർഡ് ക്വാഡ്രന്റിൽ സൈനിന്റെ വാല്യൂ എന്താണ്? ഇവിടെ 3π ആയതാണ്, അതുപോലെ തന്നെ എഴുതാം സൈൻ 60 എന്ന് എഴുതാം. പക്ഷെ തേർഡ് ക്വാഡ്രന്റിൽ സൈനിന്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ്. സോ മൈനസ് സൈൻ 60 ഈക്വൽ ടു മൈനസ് സൈൻ 60യുടെ വാല്യൂ √3/2. സോ മൈനസ് √3/2. സോ ഇത്രയേ ഉള്ളൂ. 2011 ഒക്ടോബറിൽ ചോദിച്ച ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പക്ഷെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ചോദിക്കും. നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിൽ തുടക്കം. തേർഡ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ. അത് നമുക്ക് ഈ വർഷങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന്. 2011 പബ്ലിക് എക്സാം, 2013 പബ്ലിക് എക്സാം, ഈ രണ്ട് എക്സാമിനും കണ്ടിന്യൂസ്ലി സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സോ അത്രത്തോളം ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇനി എങ്ങനെ നമുക്കിത് സോൾവ് ചെയ്യാം? വളരെ സിമ്പിൾ മാനർ ആണ്. വലിയ ഡിഫിക്കൽട്ടി ഒന്നും നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനില്ല. അപ്പൊ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചോദ്യം നോക്കിക്കോ. പ്രൂവ് ദാറ്റ് 3 sin π/6 sec π/3 minus 4 sin 5π/6 cot π/4 equal to 1. പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഉത്തരം 1 കിട്ടിയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ഉത്തരം 1 എഴുതി വെക്കണം. പ്രൂഫ് ആണ്, ചെക്ക് വെദർ എന്നൊന്നുമല്ല. പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഉത്തരം 1 തന്നെയാണ്. അതിലോട്ട് നമ്മൾ എത്തിക്കാനാണ്. നിങ്ങൾക്ക് എത്തിയില്ലെങ്കിലും എത്തിക്കണം. അത് എത്തിക്കാനുള്ള പ്രോപ്പർ വേ ഞാനിപ്പോ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ആദ്യം സൈൻ π/6ന്റെ വാല്യൂ നമുക്ക് അറിയണം. സൈൻ π/6 ഓരോ ടേംസ് ആയിട്ട് നമുക്ക് നോക്കാലോ. ഫസ്റ്റ് വൺ സൈൻ π/6. സൈൻ π/6 എത്രയാണ്? സൈൻ 30 ആണ്. π/6 എന്ന് പറഞ്ഞാൽ സൈൻ 30 ആണ്. സോ സൈൻ 30യുടെ വാല്യൂ എത്രയാണ്? 1/2 ആണ്. സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. അടുത്തത് സീക് π/3. സീക് π/3യുടെ വാല്യൂ എത്രയാണ്? നമുക്ക് സീക് π/3 അറിയൂ. പെട്ടെന്ന് സീക്കിന്റെ നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് കോസ് π/3യുടെ വാല്യൂ അറിയാലോ. കോസ് π/3യുടെ വാല്യൂ എത്രയാണ്? കോസ് π/3 എന്ന് വെച്ചാൽ കോസ് 60. കോസ് 60യുടെ വാല്യൂ എത്രയാണ്? 1/2 ആണ്. കോസ് 60യുടെ വാല്യൂ 1/2 ആണ്. അപ്പൊ സീക് 60യുടെ വാല്യൂ എത്രയായിരിക്കും? നേരെ റെസിപ്രോക്കൽ 1/2നെ തിരിച്ചിട്ട 2 ആയിരിക്കും വരിക. സോ സീക് π/3യുടെ വാല്യൂ 2 എന്ന് നമുക്ക് കിട്ടി. നെക്സ്റ്റ് വൺ സൈൻ 5π/6. അതവിടെ നിൽക്കട്ടെ കേട്ടോ, അത് കുറച്ച് വ്യത്യാസമുണ്ട്. കോട്ട് π/4. കോട്ട് π/4 നമുക്കറിയോ? നമുക്ക് കോട്ട് നേരിട്ട് ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കും. ടാൻ പക്ഷെ നമുക്കറിയാം. ടാൻ π/4ന്റെ വാല്യൂ എന്താണ്? ടാൻ π/4ന്റെ വാല്യൂ എന്താണ്? ആദ്യം 1/√3 1 ആണ് ടാൻ π/4ന്റെ വാല്യൂ. ഇതിനെ തിരിച്ചിട്ടാലും നമുക്ക് എന്തേ വരത്തുള്ളൂ? 1 വരത്തുള്ളൂ. തിരിച്ചിട്ടാലും 1 വരത്തുള്ളൂ. അപ്പൊ കോട്ട് π/4ന്റെ വാല്യൂ 1 ആണെന്ന് മനസ്സിലായി. അടുത്തതാണ് കുറച്ച് പ്രശ്നം പിടിച്ചൊരു സാധനം. പ്രശ്നമൊന്നുമില്ല, എളുപ്പമാണ്. സൈൻ 5π/6 എങ്ങനെ മാറ്റി എഴുതാം? സൈൻ 5π/6നെ മാറ്റി എഴുതാൻ ഒരു സിമ്പിൾ ആണ്. അതായത് സൈൻ π മൈനസ് π/6 ആക്കി നമുക്ക് മാറ്റി എഴുതാം. സൈൻ π മൈനസ് π/6 ആക്കി നമുക്ക് മാറ്റി എഴുതാം. ക്ലിയർ അല്ലേ? 6 × π 6π 6π മൈനസ് 5π/6 ഈ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ മാറ്റി എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? സൈൻ 180 മൈനസ് എക്സിന്റെ ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്. സൈൻ 180 മൈനസ് എക്സ് എന്താണ്? സൈൻ 180 മൈനസ് എക്സ് ആണ്. സോ അത് സൈൻ എക്സിന് ഈക്വൽ ആണ്. സൈൻ 180 മൈനസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സിന് ഈക്വൽ ആണ്. അപ്പൊ എന്ത് വരും? ഈക്വൽ ടു സൈൻ π/6 എന്ന് വരും. സൈൻ π/6. സൈൻ π/6ന്റെ വാല്യൂ എത്രയാണ്? 1/2 ആണ്. സൈൻ π/6ന്റെ വാല്യൂ 1/2 ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടിയില്ലേ? സൈൻ 5π/6ന്റെ വാല്യൂ എത്ര കിട്ടി? 1/2 എന്ന് കിട്ടി. കംപ്ലീറ്റ്ലി മാറ്റിട്ട് ഞാൻ അത് മാത്രം എഴുതി വെക്കുകയാണ്. 1/2
2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലത്തിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ടേംസിന്റെയും വാല്യൂസ് ന്യൂമറൽസിന്റെ കണക്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെയാണ്? 3 സൈൻ, സൈൻ അല്ല, സൈൻ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു, ഇനി സൈൻ എഴുതേണ്ട ആവശ്യമില്ല. 3 ഇൻറ്റു സൈൻ π/6, സൈൻ π/6ന്റെ വാല്യൂ 1/2, 1/2 സീക്ക് ഇൻറ്റു സീക്ക് π/3യുടെ വാല്യൂ 2 ഇൻറ്റു 2 മൈനസ് 4 ഇൻറ്റു അടുത്തത് സൈൻ 5π/6ന്റെ വാല്യൂ 1/2, 1/2 ഇൻറ്റു കോട്ട് π/4ന്റെ വാല്യൂ 1 ആണ് ഇൻറ്റു 1. ഓക്കെ, ഇതാണ് നമുക്ക് 1 ഈക്വൽ ആണ് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. 2 ഉം 2 ക്യാൻസൽ ചെയ്തു. അപ്പൊ 3 മൈനസ് ഇവിടെ 4 ഉം 2 2. അപ്പൊ 3 മൈനസ് 2 ഈക്വൽ ടു 1. Therefore LHS ഈക്വൽ ടു RHS. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അതിന് നിങ്ങൾക്ക് എന്തറിയണം? ഈ ടേംസ് മുഴുവൻ എങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചു നിങ്ങൾക്ക് അറിയണം. അതിനും ഫസ്റ്റ് പാർട്ടിൽ ഞാനൊരു ടേബിൾ പറഞ്ഞു തന്നായിരുന്നു. ഓരോ ആംഗിൾസിലും ഓരോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ വാല്യൂസ് ആണ്. സോ അത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക. 5π/6 മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. അത് ആ രീതിയിൽ തന്നെ പഠിക്കുക. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഫൈനൽ ആൻസർ ഈക്വൽ ടു 1 കിട്ടി. ഇത്രയേ ഉള്ളൂ. നമ്മൾ അടുത്ത ലെവൽ ഓഫ് പ്രോബ്ലംസിലോട്ട് കിടക്കുന്ന ഒരു ലെവൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ലെവലിലോട്ട് കിടക്കുകയാണ്. സോ അതിന് കുറച്ചുകൂടി ഫോർമുലാസ് നമുക്ക് ആവശ്യമാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് അടുത്ത ലെവലിലോട്ട് നമ്മൾ കടക്കാൻ ആവശ്യമുള്ള ഫോർമുലാസ് എന്ന് പറയുന്നത്. sin x plus y, sin x minus y, cos x plus y, cos x minus y, tan x plus y, tan x minus y. ഈ പ്ലസിനും മൈനസും വരുമ്പോൾ ചെറിയ വ്യത്യാസം വരത്തുള്ളൂ. ഇവിടെ പ്ലസ് ഉള്ളവിടെ മൈനസ് ആയിരിക്കും, മൈനസ് ഉള്ളവിടെ പ്ലസ് വരും. അതുപോലെ തന്നെ ഇവിടെയും പ്ലസ് ഉള്ളവിടെ മൈനസ് ആയിരിക്കും, മൈനസ് ഉള്ളവിടെ പ്ലസ് വരും. വേറെ വ്യത്യാസമില്ല. ഈ പറയുന്ന 6 ഫോർമുലാസ് പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രോബ്ലംസും പുഷ്പം പോലെ സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇത് തറവായിരിക്കണം. ഓരോ കുട്ടിക്കും ഈ ഫോർമുലാസ് പച്ചവെള്ളം പോലെ തറവായിരിക്കണം. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലൂടെ കിടക്കാം. 4ാമത്തെ ചോദ്യം. ഈ പറയുന്ന ചോദ്യം മുൻപിൽ നമ്മൾ പറഞ്ഞ ഫോർമുലാസ് ബേസ് ചെയ്ത ചോദ്യമാണ്. 6 ഫോർമുലാസ് ഉണ്ടല്ലോ, അത് ബേസ് ചെയ്ത് അത് റിലേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. പെട്ടെന്ന് സൈൻ 15ന്റെ വാല്യൂ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും ഇനീഷ്യൽ മെത്തേഡ് ആണെന്ന് വിചാരിക്കരുത്. കാരണം 15 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തന്നെ ചെയ്യണം. 2010 മാർച്ച് പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. സോ സൈൻ 15 ഡിഗ്രിയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് വേറെ 2 ആംഗിൾസിന്റെ ടേംസിൽ എഴുതാം. സൈൻ 45 മൈനസ് 30 ആക്കി എഴുതാം. സൈൻ 45 മൈനസ് 30. ഈ 45 30 നമ്മുടെ ഈ ക്വാഡ്രന്റ് ഡിവിഷനിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ അത് നമുക്ക് വേറൊരു രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യണം. അത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? സൈൻ എക്സ് മൈനസ് വൈയുടെ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഇതാണ് ഫോർമാറ്റ്. ക്ലിയർ അല്ലേ? സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ ആണ് നമ്മുടെ ഫോർമാറ്റ്. വാല്യൂസ് അതുപോലെ എഴുതുക. സൈൻ 45 മൈനസ് 30 നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 45 ഇൻറ്റു കോസ് 30 മൈനസ് കോസ് 45 ഇൻറ്റു സൈൻ 30. ക്ലിയർ അല്ലേ? എക്സിന്റെ സ്ഥാനത്ത് 45ഉം വൈയുടെ സ്ഥാനത്ത് 30ഉം ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു. സൈൻ 45ന്റെ വാല്യൂ എത്രയാണ്? സൈൻ 45ന്റെ വാല്യൂ 1/√2 ആണ്. 1/√2 ഇൻറ്റു കോസ് 30ന്റെ വാല്യൂ √3/2 ആണ്. മൈനസ് കോസ് 45ന്റെ വാല്യൂ 1/√2 തന്നെയാണ്. സൈൻ 30ന്റെ വാല്യൂ 1/2 ആണ്. സൈൻ 30ന്റെ വാല്യൂ 1/2 ആണ്. അപ്പൊ എന്ത് വരും? മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ √3 ഡിവൈഡഡ് ബൈ 2√2 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2√2 എന്ന് വരും. ക്ലിയർ അല്ലേ? 2 into √2 എന്ന് പറഞ്ഞാൽ 2√2 ആണ്. സോ √3 divided by 2√2 minus 1 divided by 2√2 equal to √3 minus 1 divided by 2√2 എന്ന് വരും. √3 minus 1 divided by 2√2 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പൊ സൈൻ 15ന്റെ വാല്യൂ ആണ് √3 minus 1 divided by 2√2 എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, പക്ഷെ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷകളിൽ ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമ്മൾ നമ്മുടെ 5ാമത്തെ ചോദ്യത്തിലൂടെ നടക്കുകയാണ്. അപ്പോൾ അതേ ഫോർമാറ്റിൽ സൈൻ 75 ഡിഗ്രിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. 2011 മാർച്ച് പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ എങ്ങനെ ചെയ്യാം? മുൻപിലത്തെ അതേ ഫോർമാറ്റ് നമുക്ക് ഉപയോഗിക്കാം. അതായത് സൈൻ 75 ഡിഗ്രിയുടെ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു സൈൻ ഓഫ് 40 പ്ലസ് 35 ഡിഗ്രി ആക്കി എഴുതാം. 45 പ്ലസ് 30 ഡിഗ്രി ആക്കി എഴുതാം. കാരണം ഇത് നമുക്ക് അറിയാവുന്ന ആംഗിൾസ് ആണ്. മറ്റേ ടേബിളിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിൾസ് ആണ്. 30, 45, 60, 90 കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ആ ഒരു ആംഗിൾസിന്റെ ടേംസിൽ തന്നെ എഴുതണം കേട്ടോ. ഏതൊക്കെയാണെന്ന് അറിയാലോ? 30, 45, 60, 90,
180, 270, 360. ഓക്കെ, ഓൾമോസ്റ്റ് ഇതിന്റെ ബേസിസ് നമുക്ക് എഴുതി വെച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. സോ സൈൻ 75 45 പ്ലസ് 30 എന്ന രീതിയിൽ എഴുതാം. ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? സൈൻ എക്സ് പ്ലസ് വൈയുടെ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ആണ് നമ്മുടെ ഫോർമാറ്റ്. സോ സൈൻ എക്സ് പ്ലസ് വൈ. അപ്പൊ സൈൻ ഓഫ് 45 പ്ലസ് 30 നമുക്ക് ഏത് രീതിയിൽ എഴുതാം? സൈൻ 45 ഇൻറ്റു കോസ് 30 പ്ലസ് കോസ് 45 ഇൻറ്റു സൈൻ 30 ഫോർമാറ്റിൽ എഴുതാം. ക്ലിയർ അല്ലേ? ഈക്വൽ ടു സൈൻ 45 എന്ന് പറയുന്നത് 1/√2 ആണ് ഇൻറ്റു കോസ് 30 എന്ന് പറയുന്നത് √3/2 ആണ്. മുൻപിൽ ചെയ്ത് അതേപോലെ തന്നെ ഇടയിൽ പ്ലസ് മാത്രം വ്യത്യാസം വരുള്ളൂ. കോസ് 45 1/√2 ആണ് ഇൻറ്റു സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ഈക്വൽ ടു √3/2√2 പ്ലസ് അവിടെ മൈനസ് ആയിരുന്നു, ഇവിടെ പ്ലസ് വരും. 1/2√2 ഈക്വൽ ടു √3 പ്ലസ് 1/2√2 എന്ന് വരും. ഇതാണ് നമ്മുടെ സൈൻ 75 ഡിഗ്രിയുടെ ആൻസർ. സൈൻ 75 ഈക്വൽ ടു √3 പ്ലസ് 1/2√2 എന്ന് വരും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷകളിൽ ചോദിച്ച ചോദ്യം. നമ്മൾ നമ്മുടെ 6ാമത്തെ ചോദ്യത്തിലൂടെ നടക്കണം. 6th ക്വസ്റ്റ്യൻ ഞാനിവിടെ എനിക്ക് ടാൻ 15 ഡിഗ്രി കണ്ടുപിടിക്കണം. ടാൻ 15 ഡിഗ്രി ഏത് വർഷമാണ് ഞാൻ നോക്കാൻ മറന്നുപോയി. അപ്പൊ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ. അപ്പൊ ടാൻ 15 ഡിഗ്രി നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ടാൻ 15 ഡിഗ്രി. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം വരുന്നത് ടാൻ 45 പ്ലസ് 30 അല്ലെങ്കിൽ 30 പ്ലസ് 45 എന്നൊക്കെ ആയിരിക്കും വരിക. പക്ഷെ അവിടെ വരുന്ന ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചെയ്യാനുള്ള പ്രശ്നമാണ് പറയുന്നത്. അതായത് ടാൻ 30ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/√3 ആണ്. 1/√3 ആണ്. പക്ഷേ ടാൻ 40ന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോറി, ടാൻ 45ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ടാൻ 60ന്റെ വാല്യൂ എന്ന് പറയുന്നത് √3 ആണ്. സോ ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ 1/√3 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ടാൻ 45ന്റെയും 60ന്റെയും ടൈമിൽ എഴുതുമ്പോൾ കുറച്ചുകൂടി കൺവീനിയന്റ് ആയിരിക്കില്ലേ? ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ എഴുതാം. അതായത് ടാൻ 15 ഡിഗ്രിയിൽ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് പറഞ്ഞാൽ ടാൻ 60 മൈനസ് 45 ആക്കി എഴുതാം. ക്ലിയർ അല്ലേ? ടാൻ 60 മൈനസ് 45. ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? ഇത് ടാൻ എക്സ് മൈനസ് വൈയുടെ ഫോർമാറ്റിലാണ്. ഈക്വൽ ടു ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ടാൻ വൈ. ഇതാണ് നമ്മുടെ ഫോർമാറ്റ് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈക്വൽ ടു ടാൻ എക്സ് മൈനസ് വൈക്ക് പകരം ടാൻ 60 മൈനസ് 45 ഈക്വൽ ടു ടാൻ 60 മൈനസ് ടാൻ 45 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ 60 ഇൻറ്റു ടാൻ 45. ക്ലിയർ അല്ലേ? സോ ഈക്വൽ ടു ടാൻ 60ന്റെ വാല്യൂ എത്രയാണ് പറഞ്ഞത്? √3 ആണ്. സോ √3 മൈനസ് ടാൻ 45 1. √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ 60 √3 ഇൻറ്റു 1 എന്ന് വരും. ഈക്വൽ ടു √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് √3 എന്ന് വരും. √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് √3 എന്ന ഫോർമാറ്റിൽ നമുക്ക് വരും. ക്ലിയർ? ഇതിനെ ഞാൻ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യാണ്. ഈ ഒരു ഫോർമാറ്റിനെ ഒന്നുകൂടി മാറ്റി ചെയ്തിട്ട്, കാരണം ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ഓൾമോസ്റ്റ് സിമിലർ ആവാൻ വേണ്ടി √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് √3 നമുക്ക് എങ്ങനെ എഴുതാം? √3 പ്ലസ് 1 എന്ന് കൂടി എഴുതാം. ശരിയല്ലേ? അതായത് എക്സ് പ്ലസ് വൈന് നമുക്ക് വേണമെങ്കിൽ y പ്ലസ് എക്സ് എന്ന് കൂടി എഴുതാം. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് √3 മൈനസ് താഴെ 1 പ്ലസ് √3 പകരം നമുക്ക് എന്ത് എഴുതാം? √3 പ്ലസ് 1 എഴുതാം. 1 പ്ലസ് √3ക്ക് പകരം √3 പ്ലസ് 1 എന്ന് നമുക്ക് എഴുതാം. നെക്സ്റ്റ് വൺ. അടുത്ത ഞാൻ ഈ മുകളിലുള്ള ടേംസ് മായ്ക്കുകയാണ്, കാരണം നമുക്ക് ഫർദർ സ്റ്റെപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഫൈൻ. സോ √3 മൈനസ് 1 ഡിവൈഡ് ബൈ √3 പ്ലസ് 1. ഇവിടെ നിർത്താവോ? ഇവിടെ നിർത്തിയാൽ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ചോദ്യം ഒരു 4 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ഈ പോയിന്റിൽ നിർത്തിയാൽ നമുക്ക് 2 മാർക്കേ കിട്ടത്തുള്ളൂ. ബാക്കി കൂടി ചെയ്ത് കുറച്ചുകൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, ഈ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് മുകളിലും താഴെ നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. എന്താണ് കോൺജുഗേറ്റ്? അവിടെയും സംശയങ്ങൾ വരാം അല്ലെ? പറഞ്ഞുതരാം. അതായത് ന്യൂമറേറ്റർ √3 മൈനസ് 1 ആണ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ √3 പ്ലസ് 1 ആണ്. ഇനി എന്താണ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ √3 പ്ലസ് 1ന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ √3 മൈനസ് 1 ആണ്. √3 മൈനസ് 1ന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ √3 പ്ലസ് 1 ആണ്. നിങ്ങൾ ചിലർക്ക് അറിയായിരിക്കും. സോ √3 ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് മുകളിലും താഴെയും ഗുണിക്കണം. സോ √3 പ്ലസ് 1ന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് √3 മൈനസ് 1 വെച്ചിട്ട് മുകളിലും താഴെയും നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. നമ്മൾ മുകളിലും താഴെയും ഗുണിച്ചു. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാലോ. √3 ഇൻറ്റു √3 എത്രയാണ്? √3 ഇൻറ്റു √3 3 ആണ്.
സോ 3 √3 into -1 -√3 എന്ന് വരും. ക്ലിയർ അല്ലേ? -1 into √3 -√3. അടുത്ത -1 into -1 +1 divided by ഡിനോമിനേറ്റർ ശ്രദ്ധിച്ചേ √3 +1 into √3 -1 a plus b into a minus b എന്താണ് a² - b². അതായത് √3² -1² എന്ന് വരും. ശരിയല്ലേ? √3² -1². അപ്പൊ 3 ഉണ്ട് +1 ഉണ്ട്. അപ്പൊ എന്താണ് 4 വരും. സോ 4 - 2√3 എന്ന് വരും. -√3 -√3 എന്ന് വെച്ചാൽ -2√3 എന്ന് വരും. ഡിവൈഡഡ് ബൈ √3യുടെ സ്ക്വയർ എത്രയാണ്? 3 ആണ്. 1ന്റെ സ്ക്വയർ 1 ആണ്. ക്ലിയർ അല്ലേ? സോ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പുകളിലേക്ക് 4 - 2√3 ഇവിടെ എല്ലാം ഈക്വൽ ടു ഇടണേ, അല്ലെങ്കിൽ മാർക്ക് കിട്ടും. 4 - 2√3 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് 2 മുകളിലും താഴെ കോമൺ ആയിട്ട് വെളിയിലെടുക്കാമല്ലോ. താഴെ ഓൾറെഡി 2 മാത്രമേ ഉള്ളൂ. ന്യൂമറേറ്ററിന് പുറത്തെടുക്കുകയാണ്. 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 - √3 എന്ന് വരും. ഡിനോമിനേറ്ററിൽ ഒരു 2 ഉണ്ട്. 2 2 ക്യാൻസൽ ചെയ്യാം. ഫൈനൽ ആൻസർ 2 - √3 എന്ന് വരും. എന്തിന്റെ ഫൈനൽ ആൻസർ ആണ്? tan 15 ഡിഗ്രിയുടെ ഫൈനൽ ആൻസർ ആണ് 2 - √3 എന്ന് പറയുന്നത്. ഇതുവരെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് തരും ടീച്ചർമാർ? ഉറപ്പായും 4 മാർക്ക് ആണെങ്കിൽ 4 മാർക്ക് തരും. 3 മാർക്ക് ആണെങ്കിൽ 3 മാർക്ക് ഉറപ്പായും കിട്ടും. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. പരീക്ഷകളിൽ വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നമ്മൾ നമ്മുടെ 7ാമത്തെ ചോദ്യത്തിലൂടെ കിടക്കുകയാണ്. 7th ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. 2008 ചോദിച്ച ചോദ്യമാണ്. cos 75 ഡിഗ്രിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ എന്താണ് സാധാരണഗതിയിൽ ചെയ്യുകയാണെങ്കിൽ cos 45 + 30 അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഒന്നും പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നില്ല. അതായത് cos of x + y ഫോർമാറ്റിൽ കിടക്കുന്നു. cos x cos y sin x sin y. ക്ലിയർ അല്ലേ? cos x cos y sin x sin y ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. cos of 45 + 30 എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എക്സിന്റെ സ്ഥാനത്ത് 45, വൈയുടെ സ്ഥാനത്ത് 30. സോ cos 45 into cos 30 sin 45 into sin 30. ക്ലിയർ അല്ലേ? ആണെന്ന് വിചാരിക്കുന്നു. cos 45 എത്രയാണ്? 1/√2 ആണ്. cos 30 √3/2 ആണ്. മൈനസ് sin 45ന്റെ വാല്യൂ 1/√2 തന്നെയാണ്. sin 30ന്റെ വാല്യൂ 1/2. സിംപ്ലിഫൈ ചെയ്യൂ. √3 divided by 2√2 minus 1 divided by 2√2 equal to √3 minus 1 divided by 2√2. ഡിനോമിനേറ്റർ സെയിം ആണ്. അങ്ങനെ എഴുതാം. സോ cos 75ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? √3 minus 1 divided by 2√2. ഇമ്പോർട്ടന്റ് 2008 ചോദിച്ച ചോദ്യം. നമ്മൾ നമ്മുടെ 8ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കുന്നത് 8th ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു പ്രൂഫ് ആണ്. പ്രൂവ് ദാറ്റ് sin x plus y divided by sin x minus y equal to tan x plus tan y divided by tan x minus tan y. ഏത് വർഷത്തിലാണ് ചോദിച്ചാൽ കറന്റ് ഏത് വർഷം ചോദിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ നമുക്ക് ചോദിക്കാം. നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കട്ടെ. വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചോദിക്കട്ടെ. sin x plus y പ്രൂഫ് ആയത് കാരണം ഞാൻ എപ്പോഴും പറഞ്ഞു പ്രൂഫിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് വന്നില്ലെങ്കിലും ഇത് വരുത്തണം. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ഇത് എഴുതി വെക്കണം. എന്നാലും ടീച്ചർ എന്തെങ്കിലും കയ്യോ കുട്ടി ഇത്രയെങ്കിലും എഴുതിയിലോട്ട് മാർക്ക് തരിക. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഇത് കിട്ടിയില്ലെങ്കിലും പ്രൂവ് ദാറ്റ് എന്ന് കണ്ടാൽ പ്രൂവ് ചെയ്തിരിക്കണം. ഇത് ഫൈനൽ ആയിട്ട് ഹെൻസ് പ്രൂവ്ഡ് കൊണ്ട് എഴുതി വെച്ചിരിക്കണം. ക്ലിയർ? ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഈക്വൽ ടു sin x plus y നമുക്ക് എങ്ങനെ എഴുതാം? sin x cos y plus cos x sin y എഴുതാം. ക്ലിയർ അല്ലേ? ഡിവൈഡഡ് ബൈ sin x minus y എങ്ങനെ എഴുതാം? sin x cos y minus cos x sin y. ശരിയല്ലേ? ഇതുവരെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സ് ആണ്. പക്ഷെ നമ്മൾ പ്രൂഫ് നോക്കിക്കേ, മുഴുവൻ ടാനിന്റെ ടേമിലാണ് കിടക്കുന്നത്. ടാനിന്റെ ടേമിലാണ് പ്രൂഫ് കിടക്കുന്നത്. ഇവിടെയാണെങ്കിൽ സൈനിന്റെയും കോസിന്റെയും ടേമിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്കറിയാം ടാൻ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ടാൻ വരണമെങ്കിൽ സൈനിനെ കോസ് വെച്ച് ഡിവൈഡ് ചെയ്താലാണ് ടാൻ വരത്തുള്ളൂ. സൈനിനെ കോസ് വെച്ച് ഡിവൈഡ് ചെയ്താലാണ് ടാൻ വരത്തുള്ളൂ. സൈൻ ബൈ കോസ് ആണ് എന്ത്? ടാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏത് വെച്ച് ഡിവൈഡ് ചെയ്യണം? കോസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. പക്ഷെ പിന്നെയും ഇതിനകത്തും കുറച്ച് കോസുകളുണ്ട്. സോ അതും ക്യാൻസൽ ആയി പോകുന്ന പോലെ ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ cos x cos y. രണ്ട് സൈഡും നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? cos x cos y വെച്ച് ഡിവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? ഈ മുകളിലുള്ള സാധനം കിട്ടത്തുള്ളൂ. അതിന്റെ ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. സൈനിനെ ടാൻ ആക്കാൻ കോസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. അത് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഈക്വൽ ടു sin x cos y divided by cos x cos y plus cos x sin y നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? സെയിം വേ cos x cos y വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഹോൾ ഡിവൈഡഡ് ബൈ sin x cos y
divided by cos x cos y minus cos x sin y divided by cos x cos y. ക്ലിയർ അല്ലേ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മൾ ഈ പറയുന്ന cos x cos y വെച്ച് ഡിവൈഡ് ചെയ്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ പറയുന്ന cos y ക്യാൻസൽ ചെയ്തു. അത് അടുത്ത വേറെ എന്താ cos x ക്യാൻസൽ ചെയ്തു, cos y cos x. ബാക്കി എന്താ ഉള്ളത്? sin x by cos x എത്രയാണ്? tan x plus sin y by cos y tan y divided by sin x by cos x tan x minus sin y by cos y tan y. Proof ആയില്ലേ? Proof ആയി. Therefore hence proved. ഇത് കൂടി അന്തസ്സാക്കി എഴുതി വെക്കണം. hence proved അല്ലെങ്കിൽ LHS equal to RHS എന്ന രീതിയിൽ പ്രൂവ് ചെയ്ത് എഴുതണം. വളരെ ഇമ്പോർട്ടന്റ്, 2 മാർക്കിനൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. വൃത്തിയായിട്ട് പഠിക്കാം. നമ്മൾ അടുത്തത് പ്രൂഫിലോട്ട് കിടക്കുകയാണ്. പ്രൂവ് ദാറ്റ് tan x into tan 2x into tan 3x equal to tan 3x minus tan 2x minus tan x. ഇത് 2012 സെപ്റ്റംബർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അതിനൊരു സിമ്പിൾ ലോജിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് 3x-ന് നമുക്ക് എങ്ങനെ എഴുതാം? x plus 2x എന്ന് എഴുതാം. ശരിയല്ലേ? 3x-ന് x plus 2x എന്ന് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഫൈൻ. അപ്പൊ tan 3x-ന് നമുക്ക് എങ്ങനെ എഴുതാം? tan x plus 2x എന്ന് എഴുതാലോ. tan 3x-ന് tan x plus 2x എന്ന് എഴുതാലോ. എഴുതാം. അപ്പൊ tan x plus 2x equal to tan x plus y equal to എന്തായിരുന്നു ഇത്? tan x plus tan y പോലെ തന്നെ ഇവിടെ tan x plus tan 2x divided by 1 minus tan x into tan 2x. ക്ലിയർ അല്ലേ? 1 minus tan x into tan 2x എഴുതാം. ഓക്കെ, ഈ tan x plus 2x-ന് പകരം ഞാൻ ഈ മോഡിലുള്ള tan 3x തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതായത് tan 3x equal to tan x plus tan 2x divided by 1 minus tan x into tan 2x എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഡിനോമിനേറ്റർ ഞാൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാണ്. അതായത് tan 3x into ഡിവൈഡ് പോയിട്ട് ഇക്വലിന്റെ അപ്പുറത്ത് ഇൻറ്റു ആണ്. ഇൻറ്റു 1 മൈനസ് tan x into tan 2x equal to tan x plus tan 2x equal to tan x plus tan 2x. ഇനി ഈ tan 3x-നെ ഞാൻ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ tan 3x into 1 tan 3x minus tan 3x into tan x into tan 2x equal to ഇവിടെ എന്താ ഉള്ളത്? tan x plus tan 2x ആ ഉള്ളത്. ഇവിടെ എന്താ ഉള്ളത്? tan x plus tan 2x ആ ഉള്ളത്. ഇനി നമ്മുടെ പ്രൂഫിലേക്ക് ഒന്ന് നോക്കിക്കേ. tan 3x minus tan 2x minus tan x ആണ്. സോ ഈ സാധനങ്ങളുടെ മുഴുവൻ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഇൻഡ്യൂള്ള ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്ന പ്രൂഫ് ആയില്ലേ? ആയി. പറഞ്ഞുതരാം. വളരെ സിമ്പിൾ. ഫൈൻ. സോ ഈ tan 3x-ന് അവിടെ തന്നെ ഞാൻ നിർത്തുകയാണ്. tan 3x മൈനസ് ഈ പ്ലസ് ഉള്ള ടേംസിനെ എല്ലാം ഞാൻ ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുവരികയാണ്. സോ മൈനസ് tan 2x മൈനസ് tan x ഈക്വൽ ടു ഈ പറയുന്ന ഇൻഡു ടേംസിനെ മുഴുവൻ ഈക്വലിന് അപ്പുറത്ത് കൊണ്ടുപോകും. ഇവിടെ നെഗറ്റീവ് ആണ്, അപ്പുറത്ത് പോകുമ്പോൾ പോസിറ്റീവ് ആവും. അപ്പൊ tan 3x ഇൻറ്റു tan 2x ഇൻറ്റു tan x എന്ന് വരും. ക്ലിയർ അല്ലേ? ഇൻറ്റു tan x. അത്രയേ ഉള്ളൂ. നമ്മുടെ പ്രൂഫ് കഴിഞ്ഞു. therefore hence proved. hence proved എന്ന് വരും. ചിലർക്ക് ഒരു കൺഫ്യൂഷൻ വരും. അതായത് tan 3x into tan x into tan 2x-നെ എങ്ങനെയാണ് tan 3x into tan 2x into tan x എഴുതിയത്? ഇവിടെ എല്ലാം ഗുണനമായത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് മാറ്റി എഴുതാം. അത്രയേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രൂഫ് കഴിഞ്ഞു. വളരെ സിമ്പിൾ ആണ് പ്രൂഫ്. ഇത്തരത്തിലുള്ള പ്രൂഫുകൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. സോ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോകും. നമ്മൾ നമ്മുടെ 10ാമത്തെ ചോദ്യത്തിലൂടെ ഈ പാർട്ട് വീഡിയോയിൽ അവസാനത്തെ ചോദ്യം. ആദ്യത്തെ പാർട്ടിൽ 10 അടുത്ത പാർട്ടിൽ 10 ടോട്ടൽ 20 ചോദ്യം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, 10ാമത്തെ ചോദ്യം ഇതാണ്. പ്രൂവ് ദാറ്റ് 1 plus tan x into 1 plus tan y equal to 2 if x plus y equal to pi by 4. 2009 മാർച്ച് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് ആദ്യം ആൻസറിലോട്ട് കടക്കുമ്പോൾ തന്ന കാര്യം തന്നെ എടുത്തെഴുതാം. 1 plus tan x into 1 plus tan y ആണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്കറിയാം എന്താണ് x plus y equal to pi by 4 ആണെങ്കിൽ y equal to pi by 4 minus x എന്ന് എഴുതാലോ.
y equal to pi by 4 minus x എഴുതാം. ഇവിടുത്തെ y ക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1 plus tan x into 1 plus tan pi by 4 minus x എന്ന് കൊടുക്കാം. 1 plus tan pi by 4 minus x എന്ന് കൊടുക്കാം. ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? tan a minus b അല്ലെങ്കിൽ tan x minus y ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ മാറ്റി എഴുതാലോ. 1 plus tan x into 1 plus tan x minus y എന്താണ് ഫോർമാറ്റ്? tan pi by 4 minus tan x divided by 1 plus tan pi by 4 into tan x. ഇതാണ് നമ്മുടെ ഫോർമാറ്റ് വരുന്നത്. സോ ആ ഫോർമാറ്റിൽ തന്നെ നമ്മൾ എടുത്തെഴുതി, ആ ഒരു ഫോർമാറ്റിൽ തന്നെ നമ്മൾ എടുത്തെഴുതിയിരിക്കുകയാണ്. അപ്പോൾ 1 plus tan x into 1 plus tan pi by 4ന്റെ വാല്യൂ എത്രയാണ്? tan pi by 4ന്റെ വാല്യൂ 1/√3 1. അപ്പോൾ tan pi by 4ന്റെ വാല്യൂ 1. 1 minus tan x divided by 1 plus 1 into tan x എന്ന് വരും. 1 into tan x. ക്ലിയർ അല്ലേ? കാരണം tan pi by 4ന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാലോ? എഴുതാം. ഈ പുറത്തുള്ള 1 plus tan x അതുപോലെ തന്നെ 1 plus tan x, അതിലൊരു മാറ്റവുമില്ല. അകത്തുള്ള ടേംസ് 1 plus ഇവിടെ 1 minus tan x, 1 minus tan x divided by 1 plus tan x എന്ന് വരും. divided by 1 plus tan x. ക്ലിയർ? ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഈ നമുക്ക് അതായത് ഇപ്പോൾ സി പ്ലസ് എ ബൈ ബി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സി ബി പ്ലസ് എ ഡിവൈഡഡ് ബൈ ബി എന്ന് ക്രോസ് ചെയ്തില്ലേ? അതുപോലെ തന്നെ ഇതിന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. സോ 1 പ്ലസ് ടാൻ എക്സ് ബ്രാക്കറ്റിനകത്ത് 1 പ്ലസ് ടാൻ എക്സിനെ ക്രോസ് ചെയ്താൽ 1 into 1 പ്ലസ് ടാൻ എക്സ് 1 പ്ലസ് ടാൻ എക്സ് തന്നെയാണ്. 1 പ്ലസ് ടാൻ എക്സ് പ്ലസ് 1 മൈനസ് ടാൻ എക്സ് whole divided by 1 plus tan x whole divided by 1 plus tan x. ഈ വലിയ ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാ സിംപ്ലിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 1 plus tan x ഉം ഈ 1 plus tan x ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള ടേംസ് എന്തൊക്കെയാണ്? ബാക്കിയുള്ള ടേംസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 plus tan x plus 1 minus tan x. ഇതാണ് നമുക്ക് ബാക്കി റിമൈനിങ് ടേംസ്. minus tan x minus tan x പോയി. 1 plus 1 equal to 2. Hence proved. ചെറിയൊരു കോംപ്ലിക്കേഷൻ ഫീൽ ആവും, പക്ഷെ അത്രയ്ക്കൊന്നുമില്ല. വളരെ സിമ്പിൾ ആണ്. 2019 പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഉറപ്പായും ചോദിക്കാൻ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ പ്രൂഫ് ഒക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഉത്തരത്തിനനുസരിച്ച് നമ്മൾ മാറ്റി ചെയ്ത് നമുക്ക് പ്രൂഫിലോട്ട് എത്തിക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ പാർട്ട് വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു 10 ചോദ്യങ്ങളുമായി അടുത്ത പാർട്ട് വീഡിയോ ഉറപ്പായും വരും, പെട്ടെന്ന് തന്നെ വരും. സോ അതുകൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ കവറപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പർ ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്, അപ്ലിക്കേഷൻ വരെ ഉണ്ട്. സോ ഏതിൽ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. താങ്ക് യു.